السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، وصلى الله على نبينا محمد وآله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വുളൂഉമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നാം ചർച്ച ചെയ്തു പോന്നിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീന് നേരിൽ കണ്ടു പഠിക്കുവാൻ അവസരം ലഭിച്ച സ്വഹാബികൾ, അവർ എപ്രകാരമായിരുന്നു വുളൂ എടുത്തതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ അതെങ്ങനെ കണ്ടു മനസ്സിലാക്കി മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുത്തു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അക്കൂട്ടത്തിൽ അബൂ ഹബ്ബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയാണ്, റഅയ്തു അലിയൻ തവല്ലഅ. അലി റളിയല്ലാഹു അൻഹു വുളൂ എടുക്കുന്നത് ഞാൻ കണ്ടു. ഫഗസല കഫൈഹി ഹത്താ അൻഖാഹുമാ. അദ്ദേഹം തന്റെ ഇരു കൈപ്പടങ്ങളും വളരെ വൃത്തിയായി ശുദ്ധിയോടുകൂടി അദ്ദേഹം കഴുകുകയുണ്ടായി. സുമ്മ മളുമല സലാസൻ. 3 പ്രാവശ്യം കുപ്ലിച്ചു. വസ്തൻഷഖ സലാസൻ. അതോടൊപ്പം തന്നെ 3 തവണ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്തു. മളുമല എന്ന് പറഞ്ഞാൽ കുപ്ലിക്കുക, നമ്മള് കുൽക്കുഴിയ എന്നൊക്കെ പറയുന്ന ഒരു സാധനം. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, ഇതും 3 തവണ ആവർത്തിച്ചു. വഗസല വജ്ഹഹു സലാസൻ. 3 തവണ മുഖം കഴുകി. വദിറാഇഹി സലാസൻ. അതുപോലെ തന്നെ കൈ മുട്ടുൾപ്പെടെ 3 തവണ കഴുകി. വമസഹ ബിറഅസിഹി മറത്തൻ. 1 തവണ അദ്ദേഹം തന്റെ തല തടവി. സുമ്മ ഗസല ഖദമൈഹി ഇലൽ കഅബൈൻ. ഞെരിയാണി ഉൾപ്പെടെ കാൽപാദങ്ങൾ കഴുകി. എന്നിട്ട് സുമ്മ ഖാല. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹ്ബബ്തു അൻ ഉരിയക്കും കൈഫ കാന തുഹൂറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണ് ശുദ്ധീകരിച്ചത് അല്ലെങ്കിൽ വുളൂ ചെയ്തത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നബിയിൽ നിന്നും ഞാൻ കണ്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ രൂപത്തിലാണ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, തല തടവുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പലപ്പോഴും നമുക്കിടയിലുള്ള ഒരു ആശയക്കുഴപ്പം. നമ്മുടെ സമൂഹത്തിൽ വുളൂഇന്റെ മറ്റു വിഷയങ്ങളിലൊന്നും വലിയ എണ്ണങ്ങളുടെ വിഷയത്തിൽ പ്രശ്നമില്ല. പക്ഷേ വുളൂ അതിന്റെ തല തടവുന്ന വിഷയത്തിൽ എന്തേ ബാക്കിയെല്ലാം 3 പ്രാവശ്യവും തലയും ചെവിയും എന്തേ 1 പ്രാവശ്യം ഇങ്ങനെ തടവിയതായി അല്ലെങ്കിൽ തടവുന്നു എന്ന ഒരു ചിന്തയാണ് പലപ്പോഴും നമുക്കിടയിലുള്ളത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ ദീന് പഠിപ്പിച്ചും കാണിച്ചും തന്നത്, അതിന്റെ എണ്ണത്തിലോ വണ്ണത്തിലോ അതിന്റെ രൂപഭാവങ്ങളിലോ മാറ്റമില്ലാതെ നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. എന്തുകൊണ്ട് നിങ്ങൾ ഖുഫ ധരിക്കുകയാണെങ്കിൽ, ഷൂ ധരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന്മേൽ തടവിയാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ തടവല് നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോ അതിന്റെ അടിഭാഗത്തല്ലേ തടവേണ്ടത് ശരിക്ക്. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ നിന്നാൽ ഇസ്ലാമിന്റെ പല വിഷയങ്ങളും എന്താണോ നബി പഠിപ്പിച്ചത് അതേപോലെ ആയിത്തീരൂല.
അപ്പൊ അവിടുന്ന് പഠിപ്പിച്ചത് ഖുഫന്റെ മുകളിൽ തടവാനാണ്. നമുക്ക് തോന്നിപ്പോകും എന്താ ഒരു ബന്ധവുമില്ലാത്ത രൂപത്തിലാണല്ലോ ഈ തടവൽ വരുന്നത്, അടിയിലല്ലേ തടവേണ്ടത് തോന്നിപ്പോകും. പക്ഷെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത് അങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയത് ഒരു തവണ, എങ്കിൽ ഞാനും അങ്ങനെ തന്നെ. എന്താണോ ആ വിഷയത്തിൽ നബിയുടെ മാതൃക, അത് പിൻപറ്റാൻ ഫോളോ ചെയ്യാൻ കടപ്പെട്ടവനാണ് ഞാൻ. അപ്പോ ഈ സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഇനി മാത്രമല്ല, സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹാണല്ലോ ഫത്ഹുൽ ബാരി. അതില് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി, ഒന്നിലധികം തടവി എന്ന ഒരു പ്രമാണയോഗ്യമായ ഒരു ഹദീസും ഈ തലയുടെയും ചെവിയുടെയും വിഷയത്തിൽ തടവലുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം തടവിയതിന് യാതൊരു പ്രബലമായ തെളിവുകളും രേഖകളും ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, വമിൻ അഖ്വൽ അദില്ലത്തി അലാ അദ്മിൽ അദദിൽ ഹദീസിൽ മശ്ഹൂർ അല്ലദി സ്വഹഹഹു ഇബ്നു ഖുസൈമ വഗൈറുഹു മിൻ തരീഖ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ-ആസ് ഫി സിഫത്തി അൽ-വുളു. വുളുഇന്റെ വിശേഷണവുമായി അതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇബ്നു ഖുസൈമയിൽ നിന്ന് ശരിയായ നിലയിൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുള്ള, അത് ഇബ്നു ഖുസൈമയും അതുപോലെയുള്ള മറ്റുള്ളവരൊക്കെ ശരിപ്പെടുത്തിയതുമായ സ്വഹീഹായ പ്രസിദ്ധമായ ഹദീസിൽ ഒന്നും തന്നെ ഒന്നിലധികം തടവിയതിന് യാതൊരു തെളിവുമില്ല എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, ഹൈസു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ അൻ ഫറഗ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തതിന് ശേഷം, അതിൽ നിന്ന് വിരമിച്ച ശേഷം നബി പറയുന്നൊരു വാക്കുണ്ട്, മൻ സാദ അലാ ഹാദാ, ഇതിൽ ആരെങ്കിലും കൂട്ടിയാൽ. ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന ഇതിൽ നിന്ന് ആരെങ്കിലും കൂട്ടേ കുറക്കേ, ഇവിടെ കൂട്ടി എന്ന മൻ സാദ അലാ ഹാദാ ഫഖദ് അസാഅ വ അദ്ലമ, അവൻ അതിൽ കുഴപ്പമുണ്ടാക്കി, അവൻ അതിൽ അനീതി കാണിച്ചു, അതിനെ മോശമാക്കി. ഞാൻ കാണിച്ചത് എങ്ങനെയാണോ അതുപോലെ ചെയ്യുക, അതിലാരും കൂട്ടാൻ നിൽക്കണ്ട എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷയകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. സ്വഹീഹായ റിപ്പോർട്ടുകളിൽ, ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചെവിയും തലയും തടവിയത് ഒരു തവണ. ഇനി ആ തടവലിന്റെ രൂപം എങ്ങനെയാണ്? പരിപൂർണമായിട്ടാണ്. നമുക്കറിയാം, ഈ തള്ളവിരൽ ചെവിയിൽ വെച്ചുകൊണ്ട് അതിന്റെ രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ പരിപൂർണാർത്ഥത്തിൽ അതിന്റെ മുൻഭാഗത്ത് നിന്നും ആരംഭിച്ച് പിറകുവശം വരെ കൊണ്ടുവന്ന് എന്നിട്ട് അതിനെ മുമ്പിലോട്ട് തന്നെ എങ്ങനെയാണോ കൊണ്ടുപോയത് അതേ രൂപത്തിൽ അതിന്റെ മുൻഭാഗത്തേക്ക് തന്നെ പരിപൂർണമായി കൊണ്ടുവരണം. അപ്പോഴേ അത് പരിപൂർണാർത്ഥത്തിലുള്ള തലതടവലാവുള്ളൂ എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോ അല്ലാതെ ഏതെങ്കിലും തലയുടെ പാർശ്വഭാഗം ഏതെങ്കിലും ഒരു ഏരിയ മാത്രം ഞാൻ തടവിയത് കൊണ്ട് തല തടവൽ അത് പരിപൂർണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ആരെങ്കിലും വുളു എടുക്കുകയാണെങ്കിൽ അതിനെ പരിപൂർണ അർത്ഥത്തിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ കഴുകേണ്ട ഭാഗങ്ങൾ കഴുകി തടവേണ്ട രൂപത്തിൽ തടവി അങ്ങനെ വുളു എടുക്കണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്ന് നാം മനസ്സിലാക്കുക. ഇനി വുളുവിന് ശേഷം എന്താ ചെയ്യാനുള്ളത്? വുളുവിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. ആ പ്രാർത്ഥനയെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല രൂപത്തിലും റിപ്പോർട്ട്, സ്വഹീഹായ നിലയിൽ പല നിലക്കും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ വജഅൽനി മിനൽ മുതത്വഹിരീൻ. ഇത് സ്വഹീഹായ നിലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊന്ന്, മാമിൻ അഹദിൻ യതവല്ലഉ, നിങ്ങളിൽ ഒരാൾ എന്ത് ചെയ്യണം? വുളു ഉണ്ടാക്കുകയാണ്. ഫയുസ്ബിഗുൽ വുളുഅ, എന്നിട്ട് അത് പരിപൂർണമായ നിലക്ക് എന്ന് പറഞ്ഞാൽ കഴുകേണ്ട ഭാഗം കഴുകി. മാത്രമല്ല നബി പറഞ്ഞല്ലോ, നിങ്ങൾ കൈയൊക്കെ കഴുകുമ്പോ കാല് കഴുകുകയാണെങ്കിൽ ഒരല്പം ഇങ്ങനെ കയറ്റി കഴുകുക, എപ്പോഴും കുറക്കാതെ. മുട്ട് എന്ന് പറയുമ്പോൾ മുട്ട് വരെ കണക്കാക്കി കഴുകുന്നതിന് പകരം ഒരല്പം ഉയർത്തി കഴുകുക. ആ ഒരു പരിപൂർണ സ്വഭാവത്തിൽ ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് സുമ്മ യഖൂൽ, എന്നിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നതി സമാനിയ,
സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടും. യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ, ഏതിലൂടെയും അവന് ഇഷ്ടമുള്ളതുപോലെ പ്രവേശിക്കാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ചെറിയ കർമ്മങ്ങൾക്ക് പോലും അതിലെ സൂക്ഷ്മത കണക്കാക്കി നബി എങ്ങനെ പഠിപ്പിച്ചു അപ്രകാരം നിർവഹിക്കുക വഴി നമുക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്തുത്യർഹമായിട്ടുള്ള അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ഖുർആൻ ഹദീസ് ഈ 2 പ്രമാണങ്ങളിൽ നിന്ന് സ്വഹാബത്ത് എങ്ങനെ അത് മനസ്സിലാക്കി ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടൊക്കെ ഇസ്ലാം ദീനിനെ കുറിച്ച് കൃത്യമായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മൾ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. അവ്യക്തതകളുണ്ട് എങ്കിൽ ദൂരീകരിക്കുവാനുള്ള മാർഗങ്ങൾ അത് ഖുർആനാണ്, അതുപോലെ തന്നെ പ്രവാചകരുടെ ചര്യയാണ്. അതിലേക്ക് മടങ്ങുക. ഏത് വിഷയത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.